ല്ലോ അല്ലെങ്കിൽ ലല്ലു ആരെ ഞാൻ കണ്ടിട്ടില്ല, വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉള്ള ആ സ്റ്റേജിൽ ബന്ധം ഉണ്ടെന്ന് എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവിടെ വരെ എത്തിച്ചതിൽ ഏത് തരത്തിലുള്ള കോൺടാക്ട്? കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാം. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലല്ലു വക്കീലാണ്. ഖാദർഭായി സഫ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് മോൾക്ക് കണ്ടൻ്റ് ആയല്ലോ, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 373 കമൻറ്റ് എൻ്റെ താഴെയുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താ കമൻ്റ് എന്ന്. ഇൻസ്റ്റയിൽ ഫസ്മിന ഇൻസ്റ്റയിൽ എന്നെ പേടിച്ച് എന്നെ ബ്ലോക്ക് ചെയ്ത് ഏച്ചി പോടി കള്ളിച്ചി ഈച്ച് പോടി കള്ളിച്ചി. ഓക്കെ, അങ്ങനെയൊക്കെ പറയണം. ഇൻസ്റ്റയിൽ പുള്ളിക്കാരിയെ പേടിച്ചിട്ട് അവർ എന്താണ് ഇത് ചെയ്ത് ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഈ ഒരു കമൻറ്റിന് ഫസ്മിനിക്ക് 1.4K ലൈക്സ്. മറ്റേ കമൻറ്റ് നമ്മുടെ എന്താണ് സഫ ഇട്ട കമൻറ്റിന് 564. 2 ഫ്ലൈ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ബാക്കി ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. കാരണം ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. എന്താണ് സഫൂംബി, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വേറെ എന്താ ഉദ്ദേശം എന്ന് പറയും. ഹായ് ഗൈസ്, സോ വെൽക്കം ടു സഫൂംബി ലല്ലൂംബി സീരീസ്. കേട്ടല്ലോ, എന്താണ് സഫൂംബി ലല്ലൂംബി സീരീസ്? ഇത് എന്തർത്ഥത്തിലാണ്, എന്താ സംഭവം എന്നുള്ളത് എനിക്കറിഞ്ഞൂടെങ്കിലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും തീർച്ചയായിട്ടും. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഫസ്മിന ഉദ്ദേശിച്ചത് മനസ്സിലില്ല. സഫൂംബി ലല്ലൂംബി അത് എന്താണ് ആ ഒരു നമ്മളെന്തിനാണ് ആലോചിക്കുന്നത്? കേൾക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും കമൻറ്റ് സെക്ഷനിലും അല്ലാണ്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തിടുന്നത്, തൻ്റെ എക്സ് ഹസ്ബൻഡ് അല്ലേ, ഡിവോഴ്സ്ഡ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എക്സ് ഹസ്ബൻഡ് എനിക്ക് ലീഗലി ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം, തലാഖ് എന്നുള്ള സംഭവം എനിക്കിതുവരെ തന്നിട്ടില്ല. അതിനെതിരെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിച്ചു, അതിന് നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അതിനൊരു ഇതുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കേസ് കൊടുത്ത് FIR ഇട്ടു, അതിന് തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലെങ്കിൽ അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. താനൊട്ട് തിന്നത്തുമില്ല, മറ്റുള്ളവരെ തീറ്റിക്കുന്ന കേസല്ല. എന്നാലും ഒരു വ്യക്തിക്ക് 2 വ്യക്തികൾക്കും ജീവിക്കാൻ താല്പര്യമില്ല. അവരെ വിട്ടുകളാ, അവരുടെ ഡിവോഴ്സ് കൊടുക്ക്, തലാഖോ എന്താണെങ്കിലും അതങ്ങ് കൊടുത്തേക്ക്, അല്ലേ? അതല്ല എൻ്റെ ഒരു മാന്യമായ പരിപാടി. അതിനോട് ഞാൻ തീർച്ചയായിട്ടും ഫസ്മിനെ പറയുന്നതിനോട് 100% യോജിക്കുന്നു. എനിക്ക് സ്വാഭാവികമായിട്ട് അത്രയും ദേഷ്യം ആളുണ്ടാവും. ആൻഡ് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയുടെ കൂടെ തന്നെ പോയോണ്ടും ആ ആൾ ഇപ്പോഴും പച്ച കള്ളം വിളിച്ചു പോകുന്നതുകൊണ്ടും, അത് കൂടാണ്ട് ആവശ്യമില്ലാണ്ട് എൻ്റെ പേര് ഇൻ്റർവ്യൂവിൽ ഓടി നടന്ന് ചറവറ എൻ്റെ പേര് വലിച്ചിടുന്നുണ്ട്. ഞാൻ ആ ആളുടെ വീഡിയോ എന്നിടാൻ നിർത്തുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ എന്ന് സഫ ഇടുന്ന നിർത്തുന്നു അന്ന് ഞാൻ വീഡിയോ ഇടുന്ന നിർത്തും. സഫ ആരെന്ന് മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. സഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എനിക്ക് ഈ ലൂപ്പിൻ്റെ അകത്തുള്ള പേരുകൾ സംസാരിച്ച് എൻ്റെ കിളി പോവും. റിഫ മെഹനു എന്ന് പറയുന്നൊരു മെഹനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അപ്പം മെഹനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ റിഫ എന്നുള്ള പെൺകുട്ടിയായിട്ടുള്ള ഇത് കഴിഞ്ഞിരുന്നു. അവസാനം റിഫ സൂയിസൈഡ് ചെയ്തിരുന്നൊരു സാഹചര്യം വന്നു. ആ മെഹനു രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് സഫ. ഈ സഫ ഈ വേറൊരാളുടെ കൂടെ, അഥവാ ഈ ലല്ലുവോ എന്തോ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എന്തോ പോയി എന്നുള്ള രീതിയിലേക്കൊക്കെ മറ്റേ ആൾ വിളിച്ച് കരഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെയാണ് ആ ഒരു മൊത്തത്തിലുള്ളൊരു കിടപ്പ്. അതായത് ഒരാളുടെ ഭാര്യ മറ്റൊരുത്തൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ ഭർത്താവിനൊപ്പം ഒളിച്ചോടി എന്നുള്ള രീതിയിലാണ്. അതാണ് ഇവരുടെ ലല്ലു ബി അത് തന്നെ. അപ്പോൾ ഇപ്പോൾ സഫ നിരന്തരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. സഫ അന്ന് ഇട്ട വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒളിച്ചോടിയൊന്നും പോയിട്ടൊന്നുമില്ല, ചുമ്മാ അനാവശ്യം പറയുകയാണ് ഫസ്മിന എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ സഫ പബ്ലിക്കിൻ്റെ മുമ്പിലേക്കും പബ്ലിക് കേരളയിലും വന്നിരുന്ന് പറഞ്ഞത്, വേറെ ഇൻ്റർവ്യൂസിൻ്റെ അകത്തും പറഞ്ഞത് മൊത്തം ആരോപണങ്ങൾ ഈ ഫസ്മിന സാക്കീറിനെതിരെയും അതോടൊപ്പം തന്നെ മറ്റേ പുള്ളിയുണ്ടല്ലോ അയാളുടെ കാര്യവും, പിന്നെ റിഫയുടെ മരണത്തിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളിൽ ചിലപ്പോൾ ശരിയായിരിക്കാം എന്നുള്ള ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടായിരുന്നു. നോക്കാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് അത് ഈ കുട്ടി പറഞ്ഞൊന്ന് കേൾക്കാം. അപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കും തോറും, അതായത് കള്ളങ്ങൾ വിളിച്ച് കൂവും തോറും എനിക്ക് എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരും. വേറൊരു വഴിയില്ല. അപ്പോൾ സഫ എന്നിത് നിർത്തുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. എൻ്റെ ഈ വീഡിയോ റീച്ച് ആവുകയാണെങ്കിൽ ഈ ഫസ്മിനെക്കുറിച്ച് ചെയ്ത ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അടുത്ത് സഫയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യും. സഫയെക്കുറിച്ചുള്ള വീഡിയോയ്ക്ക് ശേഷം ഫസ്മിനെ പറഞ്ഞ അടുത്ത വീഡിയോ ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യും. സ്വാഭാവികമായിട്ടും അത് കാരണം അത് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്, ലൂപ്പ് ഉള്ളതുകൊണ്ടും അത് ഞാൻ നിർത്തത്തില്ല. നിങ്ങൾ 2 പേരും കണ്ടൻറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഈ വീഡിയോ ചെയ്ത് നിർത്തത്തില്ല. റീച്ച് ആവുകയാണെങ്കിൽ ഞാൻ നിർത്തത്തില്ല കേട്ടോ. സീരിയസ്ലി, ഞാൻ ഉള്ള കാര്യം തുറന്നങ്ങ് പറയുക. അന്ന് എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. അത് കൂടാണ്ട് സഫ ലാസ്റ്റ്
ഏത് ചാനലിലാണെന്ന് എനിക്കറിയത്തില്ല. ചാനലിൽ എവിടെ എഴുതി വെച്ചേക്കോ എത്ര ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോ കണ്ടിട്ട് ഞാൻ ടിക്കറ്റ് പോവാ. കാരണം അത്രയും ഇന്റർവ്യൂ. ഫസ്മിനെ ഇൻ്റർവ്യൂസ് ആരും വിളിക്കാത്തെന്താ? ഫസ്മിനെ ഇൻ്റർവ്യൂവിന് വിളിക്കണം. പക്ഷേ ഫസ്മിനെ ഇൻ്റർവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്മിനിക്ക് പൈസ കിട്ടത്തില്ല. ഫസ്മിന് ചാനൽ ഇടുന്നത് തന്നെയാണ് നല്ലത്, നമുക്ക് റവന്യൂ കിട്ടും. ഓക്കെ, സഫ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് ഞാൻ പറയാം, എന്താ റീസൺ ഞാൻ പറയാം. പക്ഷെ സഫയുടെ ടെക്നിക്ക് ഇവിടെ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സഫ നോട്ട് ദ പോയിന്റ്. ആ ടെക്നിക്ക് കൂടെ വർക്ക് ആവത്തില്ല. ഓക്കെ, ഇവിടെ ആരായിരിക്കും അറിയാലോ, ഫസ്മിന. ലാസ്റ്റ് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഐ ഗസ് മെയിൻ സ്ട്രീം ആണോ എനിക്കറിയത്തില്ല, എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച അതേ ചാനലാണ്. പക്ഷെ ഞാൻ പോയില്ല. അപ്പം ആ ചാനലിൽ എന്തോ എൻ്റെ എക്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം വളരെ മ്ലേച്ഛമായിട്ടുള്ളൊരു തെണ്ടിത്തരം ഈ കളിച്ച് വിളിച്ചു പോയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കള്ളിച്ചി എന്ന് പറയുമ്പോൾ തെറ്റരുത്, സഫയെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇതിനിടയ്ക്ക് കയറി പറയുന്നതല്ല, സഫ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് മോൾക്ക് കണ്ടന്റ് ആയല്ലോ, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 373 കമൻറ്റ് എൻ്റെ താഴെയുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താ കമൻ്റ് എന്ന്. ഫസ്മിന ഇൻസ്റ്റയിൽ എന്നെ പേടിച്ച് എന്നെ ബ്ലോക്ക് ചെയ്ത് ഏച്ചി പോടി കള്ളിച്ചി ഈച്ച് പോടി കള്ളിച്ചി. ഓക്കെ, അങ്ങനെയൊക്കെ പറയണം. ഇൻസ്റ്റയിലെ പുള്ളിക്കാരിയെ പേടിച്ചിട്ട് അവർ എന്താണ് ഇത് ചെയ്ത് ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ഈ ഒരു കമൻറ്റിന് ഫസ്മിനിക്ക് 1.4K ലൈക്സ്. മറ്റേ കമൻറ്റ് നമ്മുടെ എന്താണ് സഫ ഇട്ട കമൻറ്റിന് 564. രണ്ട് സൈഡ് നമുക്കെന്താ പ്രശ്നം, രണ്ടുപേരും രക്ഷപ്പെടട്ടെ. റോക്കഡ് കള്ളിച്ച് ഷോക്കഡ്. റോക്കഡ് ഫസ്മിന സക്കീർ റോക്കഡ് കള്ളിച്ച് ഷോക്കഡ്. അത് മാത്രമല്ല, ഇപ്പോൾ എന്തടുത്ത റീലിൽ ഇട്ടിരുന്നാലും വലിയ തോന്നലിട്ടിട്ട് എന്താ ഇതൊക്കെ ആരാണോ മലയാളത്തിൽ എഴുതുന്നത് ഇങ്ങനെയൊക്കെ. എന്നിട്ട് മനസ്സിൽ അണ്ടർവെയർ പോലും അണ്ടർവെയർ പോലും തെളിയിച്ചേ ഈ ഫസ്മി ഒരു സംഭവം തന്നെ. ഫസ്മി റോക്കഡ്, സഫ ഷോക്കഡ്. മലയാള ഭാഷ നിങ്ങളവിടെയൊക്കെ കടപ്പെട്ടിരിക്കുന്നു. നാണവും മനവും ഇല്ലാത്ത ശവം. ഓക്കെ, കള്ളച്ചി സഫ ഏതാ നീ, കള്ളിച്ചി സഫയെ കള്ളിച്ചി. എല്ലാവരും സഫയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്മിന ഫാൻസ് കമോൺ. കേസിൻ്റെ കാര്യം ചോദിക്കാൻ ലല്ലു വക്കീലാണോ പകച്ചുപോയി? സഫയുടെ ബാല്യം കൗമാരവും വാർദ്ധക്യവും ആ ചോദ്യത്തിൻ്റെ മുൻപിൽ. ആൾക്കാരുള്ള ഫസി ഫാൻസ് അസോസിയേഷനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ സാധനം ചാകരായിരുന്നു. ഇനി അങ്ങോട്ട് സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കണ്ടിട്ടുണ്ടോ? സഫയുടെ 101 കള്ളത്തരങ്ങൾ വെസസ് ലല്ലു ബിയുടെ ലല്ലു ബി ആണോ? ലല്ലു ബി അല്ലല്ലേ, ഞാൻ MB ചേർത്ത് വെച്ചാൽ MB അല്ല B ആണേ. ലല്ലു ബിയുടെ 101 ഫ്ലേട്ടിംഗ് തന്ത്രങ്ങൾ. വാവ്, ഡെഡ്ലി കോമ്പിനേഷൻ. സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് എടുക്കുന്നത് എനിക്കതിനെതിരെ പ്രതികരിക്കാണ്ടിരിക്കാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി എല്ലാ വീഡിയോയും കൂടെ ചേർത്തിട്ട് ഒരെണ്ണം കൊടുക്കാമെന്ന്. കാരണമൊന്നുമില്ല, പറയുമ്പോൾ കളിച്ച് കുറച്ച് സത്യസന്ധമായിട്ട് സംസാരിക്കണ്ടേ. കളിച്ചി എന്നല്ല എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ കളിച്ചി എന്ന് വിളിക്കുന്നത്. വേറെ പലതും വിളിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ മാസത്തെ ഒരു പുണ്യം ഇത് വെച്ചിട്ടും അല്ലാണ്ട് എൻ്റെ മനസ്സിൽ ഇത് വെച്ചിട്ടും ഞാൻ നിന്നൊന്നും വിളിക്കുന്നില്ല. ഫസ്മിനയുടെ ഔദാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തുന്നില്ല, എന്തുകൊണ്ട് ഇത് വിടുന്നില്ല. വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ നടക്കത്തില്ല. ആൻഡ് ഓൾസോ എനിക്ക് പഴം വിഴിഞ്ഞ പോലെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഇരിക്കാനും ഇനി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്മിനെ ഇരിക്കരുത്, കണ്ടന്റ് ചെയ്യണം. നമുക്ക് സെറ്റാക്കാമെന്ന്, നമുക്ക് മാക്സിമം നമ്മൾ റിയാക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വേണം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അല്ലാണ്ട് എൻ്റെ കമന്റ് വന്നിരുന്ന ഡയലോഗ് അടിച്ചിട്ട് എന്തിനാണ് ഇത് വിട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങൾ തരുമോ എനിക്ക് 10 ലക്ഷം. എൻ്റെ വാങ്ങിച്ച പൈസയും എൻ്റെ വണ്ടിക്കുണ്ടായ വണ്ടി കൊണ്ട് ഇടിപ്പിച്ച എൻ്റെ നഷ്ടം ഇതൊക്കെ നിങ്ങൾ തരുമോ? എനിക്കുണ്ടായ നഷ്ടം എനിക്കല്ലേ അറിയത്തുള്ളൂ. സോ കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം മറ്റേ ലല്ലുമ്പി എന്തോ അവൻ ആള് നല്ല സൂപ്പർ ടീമാണ് കേട്ടോ. സീരിയസ്ലി ഇങ്ങനൊരു കാര്യം പറയാം. നമ്മളിപ്പം കുറച്ച് സർക്കാസ്റ്റിക്കലി സംസാരിച്ച് പോകണമെങ്കിലും ഈ പുള്ളിക്കാരിയുടെ ഇതിനകത്ത് ഈ തമ്പനയിലിൻ്റെ അകത്ത് മറ്റേ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട് തോന്നിയതല്ല അല്ലേ? തൊപ്പി ഫസി ബ്രേക്കപ്പ് സഫയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ട് സഫ ഓക്കെ ബ്രേക്കപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് തമ്പനയിലിനകത്ത്. അപ്പോൾ മറ്റേ സഫ ഇറക്കി വിട്ട ഭൂതമാണത്. ഓക്കെ, പണ്ട് നമ്മുടെ ഈ തൊപ്പിയുമായിട്ടുള്ള ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായ സമയത്ത് ഫസ്മിന സക്കീറിന് മൊത്തത്തിലൊരു സൈബർ ബുള്ളിങ്ങിൻ്റെ മൊത്തത്തിലൊരു ആയി. അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതായത് ഫസ്മിനയുടെ ലല്ലൂമ്പി ലൈഫിൽ നിന്ന് പോയ സമയത്തും അതിനുശേഷവും ഈ പുള്ളിക്കാരത്തേക്ക് ഇത് കിട്ടേണ്ടതാണ്, ഈ പുള്ളി ഇത് ഡിസർവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഈ കുട്ടി പറയുന്നൊരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇവരുടെ ഭാഗത്തും കുറച്ച് ശരികളുണ്ട്. അതായത് ഇവരുടെ ഹസ്ബൻഡായിരുന്ന ആ വ്യക്തി, അഥവാ ഒരുമിച്ച് ജീവിതം തുടങ്ങിയ വ്യക്തി തന്നെ ഇവരെ ഇപ്പം എത്രത്തോളം ലൈഫിനെ തകർത്തിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഒരാൾ പറയുന്നതിന് നമ്മൾ മറ്റതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സർക്കാസ്റ്റിക്കലി സംസാരിച്ചതാണ്. ഒരിക്കലും അവരുടെ ലൈഫിനെ അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നശിക്കണം ഇവരൊക്കെ നശിച്ചു പോകണം എന്നുള്ള രീതിയിലല്ല.
വിമർശനങ്ങളാണ്. ബട്ട് എങ്കിലും നമ്മൾ ചില ആൾക്കാരുടെ ലൈഫിൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങളുടെ അകത്ത് ഒരു ചില സത്യസംഗം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. അവരുടെ 10-20 ലക്ഷം രൂപ, അവരുടെ കാറോ മൊബൈലോ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ, അതിനകത്തൊക്കെ ന്യായമാണ് ആ ചോദ്യം. പക്ഷേ ഈ ന്യായം സോഷ്യൽ മീഡിയക്കകത്ത് പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. ഇതിന് ലീഗലായിട്ടുള്ള കാര്യങ്ങളൂടെ മാത്രമേ ഉള്ളൂ. പിന്നെ അവർ തന്നെ പറയുന്നു FIR ഇട്ട് ആ ഒരു സംഭവത്തിൻ്റെ ആക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. നോക്കാം. ഞാൻ കണ്ടിട്ടെടുത്തതിൽ എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പിന്നെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇവൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നു തോന്നുന്നു. കാരണം ആദ്യം റിഫയുടെ കാര്യം ഒക്കെ അറിയത്തില്ലായിരുന്നു, ഇവൾ അങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൾ മെഹനാസിനെ കിട്ടുന്നു. അത് ഇപ്പോൾ ഇത്രയും വിവാദത്തിലിരിക്കുന്ന ഒരു വ്യക്തിനെ പിന്നെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വിവാദകരമായ ആൾക്കാരാണ് ഇവിടെ. ഫസ്മിനെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ പലവട്ടം ചിന്തിച്ചൊരു കാര്യമാണ്. അതായത് ഇപ്പം ഇന്ന് സഫ വന്നിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുന്നൊരു കാര്യം, ഈ പണ്ട് റിഫ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ റിഫ എന്നൊക്കെ കേൾക്കുമ്പോൾ തെറ്റരുത്. റിഫ എന്ന് പറയുന്ന മരണപ്പെട്ട പെൺകുട്ടിയുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളുടെ ഏതാണ്ട് ശരിയുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ വ്യക്തിയെ അഥവാ ഈ മറ്റേ ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ രണ്ടാമത് എന്താണ്ട് പേര് മെഹ്നു, ആ മെഹ്നു എന്ന് പറയുന്ന പുള്ളിക്കാരനെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ഇത്രയൊക്കെ ഒരു മൊത്തത്തിൽ കോൺട്രവേഴ്സ്യലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്ന സമയത്ത് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പം സമൂഹം മൊത്തം കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയിൽ ചിലപ്പോൾ ഒരു ശരി കണ്ടിട്ടുണ്ടാവാം സഫ. ഓക്കെ, എങ്കിലും അതൊരു വലിയൊരു ഹിമാലയൻ മൈൻഡ് സെറ്റ് തന്നെയാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല കേട്ടോ. സഫ ആകർഷിച്ച് എടുക്കുന്നതെന്ന് തോന്നുന്നു. അതിലോട്ട് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ കളിച്ചിയുടെ കള്ളങ്ങളിലോട്ട് നമുക്ക് പോകാം. ആദ്യമായിട്ട് വരുന്ന ഇന്റർവ്യൂ പബ്ലിക് കേരളയുടെ കാതർക്കാട് ഇന്റർവ്യൂ ആണ്. കാതർക്ക് അതിൽ ഊക്കിയിട്ട് പോലും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ നമുക്ക് ഇന്റർവ്യൂ കാണാം, കേൾക്കാം. ലല്ലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറോട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇപ്പൊ ബന്ധമില്ലാന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ കോൺടാക്ട് ഉണ്ട്. ഓ അസ്തഗ്ഫിറുല്ലാ, പടച്ചോന്റെ കൃപാകടാക്ഷം കൊണ്ട് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ബന്ധമുണ്ടെന്ന്. അവിടെ വരെ എന്തൊക്കെയാണ് ഇത്? ഒളിച്ചോടിയിട്ടില്ല എന്ന് പറഞ്ഞ് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ബന്ധമുണ്ട്. അല്ലാണ്ട് ലല്ലു ആരെ ഞാൻ കണ്ടിട്ടില്ല, വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളെന്ന് ഉള്ള ആ സ്റ്റേജിൽ നിന്ന് ബന്ധമുണ്ടെന്ന് എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവിടെ വരെ എത്തിച്ചതിൽ ഏത് തരത്തിലുള്ള കോൺടാക്ട്? കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാം. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലല്ലു വക്കീലാണ്. ഖാദറുമായി സമ്മതിക്കണ കേസുമായി സംസാരിക്കുന്ന വക്കീലാണ്. നൈസായിട്ട് അണ്ണാക്കിലടിച്ച് കൊടുത്തേട്ടാ ഖാദറുമായി, സംശയമൊന്നും വേണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് കണ്ടപ്പോൾ ഞാൻ കുറേ ഇരുന്ന് ചിരിച്ചു. കേസായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നീ ലല്ലുവിനോട് സംസാരിക്കുന്നതെന്ന് കുറച്ചും കൂടെ ക്ലിയർ കട്ട് വ്യക്തമായിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടെ വ്യക്തതയായിരുന്നു. ബിക്കോസ് എൻ്റെ പേരിൽ കൊടുത്തേക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ വീഡിയോ ഇടരുത്, കുട്ടി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ തൻ്റെ തലയിലാവും എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർക്ക് ക്ലിയർ കട്ടായിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അവരെന്നാ ഓക്കെ, ഞാൻ പറഞ്ഞു കോർട്ട് വഴി പൊക്കോട്ടെ, നമുക്ക് അപ്പോൾ നോക്കാം, എൻ്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഇരിക്കല്ലേ. എന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്? കണ്ടന്റുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, നിങ്ങൾ സംസാരിക്കുന്നതിനടുത്ത് നമ്മൾ സംസാരിച്ച് നമുക്ക് അങ്ങനെ ഒരു ലൂപ്പായിട്ടങ്ങ് പോവാം. എന്തിനാ പ്രശ്നങ്ങൾ? ഡോളർ കിട്ടില്ലേ? വീഡിയോയും ഇപ്പൊ ഈ കൊടുക്കുന്ന ഈ സംഭവമാണെങ്കിൽ പോലും ഈ മഞ്ഞത്തട്ടം ഇട്ട് ഇവിടെ പോയിരിക്കുന്നത് ദോഷമല്ലാന്നല്ലോ എന്നെ പറ്റി. അതിനാ മഞ്ഞത്തട്ടത്തിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നത്? മഞ്ഞത്തട്ടത്തിന്റെ കുറ്റം പറഞ്ഞ് നമുക്ക് പല ആൾക്കാർക്ക് ചോദിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താനും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരത്തി ഇട്ടേക്കുന്ന തട്ടം എന്താ? അങ്ങനെയൊന്നും തട്ടത്തിലൊന്നും കുറ്റം പറയരുത് കേട്ടോ ഫസ്മിൻ. അത് മോശം. സംസാരിക്കുന്നത് തന്നെയല്ലേ, അത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പുറത്ത് മൈക്ക് പിടിച്ച് എന്നോട് ചോദിക്കാൻ ആരും ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ ക്യാമറ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കുന്നു. നിനക്ക് പക്ഷേ മൈക്ക് പിടിച്ച് അവർ സംസാരിച്ച് നമുക്ക് പൈസ കിട്ടത്തില്ല. ഫസ്മിനേക്ക് അത് നന്നായിട്ട് അറിയാം. നമ്മുടെ ചാനൽ സംസാരിച്ച് നമുക്ക് ഡോളർ കിട്ടും. ഓക്കെ, ഡോണ്ട് വറി. അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യമില്ല, ഉറപ്പില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കേസായിട്ട് നീ എന്താണ് ലല്ലുവിനോട് സംസാരിക്കുന്നത്? കേസായിട്ടൊന്നും സംസാരിക്കില്ല, കാരണം എനിക്കെതിരെ നീ കൊടുത്തേക്കുന്ന കേസ് നിനക്കെതിരെ വീഡിയോ ഇടുന്നു. അല്ലാണ്ട് ഞാൻ നിന്നെ പേഴ്സണലി നമ്മൾ തമ്മിൽ ഒരു കേസോ അങ്ങനത്തെ ഒന്നും വരാനില്ലല്ലോ. എന്റെ ഡീറ്റെയിൽ സംസാരിച്ച് നിനക്ക് ലല്ലുവിന്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കേസ് നോക്കുന്നു, കേസ് പിടിക്കുന്നു എന്നൊക്കെ പറയാൻ ലല്ലുവിന് എന്താണ് കേസ് എന്ന് വരെ അറിയാം? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഈ ന്യായീകരണം പറയുന്നത്? കാരണം ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണല്ലോ, അപ്പൊ അവൾക്ക് എതിരെ കേസ് കൊടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോൺടാക്ട് ഉണ്ട്. എന്റെ എന്ത് ഡീറ്റെയിൽസ് ആണ് നിനക്ക് ലല്ലുവിന്റെ അടുത്ത് കിട്ടാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവും. എന്റെ നാളോ ഇവിടെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അറിയാമോ ഈ സാധനത്തിന്റെ ലൂപ്പ്? അവിടെ സഫ ഖാദർ കരിപ്പയോട് പറയുന്നു, എനിക്ക് ഇവരോട് ഫസ്മിനെക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലല്ലുവിന്റെ അടുത്ത്. എന്തിന്? എന്ത് പാടാ? നക്ഷത്രം, ഞാൻ ഏത് മാസമാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, ഏത് ആശുപത്രിയിലാണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നിനക്ക് വേണ്ടത്. എടി നീ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നിനക്ക് ഡീറ്റെയിൽ തരാം. എൻ്റെ കേസിൻ്റെ ആവശ്യത്തിൽ നിനക്ക് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. അല്ലാണ്ട് നീ ഇവിടെ കിടന്ന് കണകുണ ഇനി സംസാരിക്കല്ലേ. നീ വെറുതെ ഉണ്ടാക്കി നായകരണം ഉണ്ടാക്കല്ലേ. നിനക്ക് ഒരാളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അന്തസ്സായിട്ട്, തന്ത ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് എനിക്ക് ഇന്ന ആളായിട്ട് ബന്ധമുണ്ടെന്ന് പറയാനുള്ള ഒരു തന്തയ്ക്ക് വിളി ഏൽപ്പിച്ചില്ലേ? കുടുംബത്തിന്റെ മാനം കളഞ്ഞു. ധൈര്യം കാണിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് തത്തക്ക പുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം ലാസ്റ്റ് പറയുമ്പോൾ അവിടെ ഇവിടെ ബന്ധമില്ലാണ്ടാവും. എന്റെ ഡീറ്റെയിൽസ് എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. എന്റെ വയസ്സ് പോലും കേസിൽ തെറ്റിച്ച് എഴുതിയ ആ മൊണ്ണയുടെ അടുത്ത് നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നു?
ഇത് പറഞ്ഞത് വേണ്ട വേണ്ട. പൈസ അവൻ എഴുതി വെച്ചേക്കുന്നത് 26 വയസ്സ്. 26 വയസ്സാകുമ്പോൾ ഞാൻ അറിയിക്കാം. എൻ്റെ പ്രായം പോലും അറിയാതെ മൊണ്ണയുടെ അടുത്താണ് എൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഇവർക്ക് 26 വയസ്സൊന്നും ആയിട്ടില്ലേ? ഇതൊക്കെ റിയാക്ട് ചെയ്യുന്ന 41 വയസ്സുകാരനായ ഞാൻ. ഈ കുട്ടി സ്ഥാപിക്കുന്നത് കള്ളിച്ചി. ബാക്കി കേൾക്കാം. അല്ല, ഈ ലല്ലുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ലല്ലുവിനോട് കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഈ ലല്ലുവിൽ നിന്ന് ഇത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യം എന്താണ്? ഒന്ന് അവന്റെ എക്സ് വൈഫാണ് എന്നെ ടാർഗറ്റ് ചെയ്യണേ. ടാർഗറ്റ് അല്ല, ടാർഗറ്റ്. ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് ഫസ്മിനെ പറഞ്ഞു. ടാർഗറ്റ് നഹി ഹേ, ടാർഗറ്റ് ഹേ. മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഞാൻ എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? താൻ എൻ്റെ ആരെങ്കിലാണോ? എനിക്ക് തന്നെ പേഴ്സണലി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ? നീയാണ് ഇതിലോട്ട് എന്നെ വലിച്ചിട്ടത്. നീയും നിന്റെ ഹസ്ബൻഡുമാണ് എന്നെ ഇതിലോട്ട് വലിച്ചിട്ടത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് നീ എന്നെ വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ തലേന്ന് നീ എന്നെ വിളിക്കാൻ നോക്കി. നീ എന്തിനാണ് അപ്പം ഒരു ബന്ധമില്ലെങ്കിൽ നീ എന്തിനാണ് ഇതൊക്കെ എന്നോട് സംസാരിക്കാൻ വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്ക്. ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ. ഇതിപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റാൻഡുകൾ കണ്ട് എനിക്കൊരു സ്റ്റാൻഡ്, ഞാൻ ഏത് സ്റ്റാൻഡ് എടുക്കും? ഓക്കെ പറയൂ. ആൾക്കാർ ഓന്തിന് പോലും ഇത്രയും പെട്ടെന്ന് നിറം മാറില്ലല്ലോ റബ്ബേ. അപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ട്. അവളുടെ കാര്യങ്ങളെല്ലാം എനിക്കും അറിയാം. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവനിക്കുള്ള അറിയാം. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അയ്യോടാ പാവം ചുച്ചു എൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കോൺടാക്ട് ആണ്. ഉടനെ ഫോൺ ചോദിക്കുന്നത് ഫസ്മിന അവിടെ ഇതെന്താണ്, ഫസ്മിനോട് അതെന്താണ്, അത് മാത്രം നിങ്ങൾ സംസാരിക്കാറുള്ളല്ലേ. അയ്യോ സച്ച് എ ക്യൂട്ട്. എന്താ പറയാ, ഇങ്ങനെ ഒളിഞ്ഞു നടന്ന് അവിഹിതം ചെയ്യാനും വേണം ഒരു കഴിവെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലുമൊക്കെ വരുമ്പോഴുള്ള ഒരു കോൺടാക്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഞാനിപ്പോഴും പറയാണ്, ഈ ചോദ്യം ചോദിക്കാൻ എനിക്ക് അർഹത ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു കോളിംഗ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വരുമ്പോൾ കോളിംഗ് ഉള്ളൂ. കുട്ടിയുടെ ഡയപ്പർ വാങ്ങാനുണ്ട്, കാണണം, ആലുവ വരാവോ, അങ്ങനത്തെ അത്യാവശ്യമുള്ള കോളിംഗ് ഉള്ളൂ. അതിൽ അതെ ഗൈസ്, ഇത് വെറും 8 മിനിറ്റ് മാത്രം ദൈർഘ്യത്തിന് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. 1 മണിക്കൂറത്തെ വീഡിയോ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. 1 അവറോ ഇത് നോക്കിയപ്പോൾ ഇത്ര ദൂരത്തെ എത്തിയിട്ടുള്ളൂ. സോ ഗൈസ്, ഞാൻ വിട്ടോ, എന്നെക്കൊണ്ട് ഇത്രയൊന്നും പറ്റത്തില്ല. എടേ ഇത് വേറെ ലെവൽ. 1 മണിക്കൂർ വീഡിയോ. അപ്പോൾ സഫയാണ് ഇപ്പം നിലവിൽ നിൽക്ക്. ഒരു കമൻറ്റ്, ഖാദറുമായി ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട് സഫയോട്, ലല്ലുവുമായി എന്താണ് ബന്ധം? അപ്പോൾ സഫ കേസിൻ്റെ ആവശ്യത്തിന് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ഖാദർ ബന്ധപ്പെടാൻ ലല്ലു വക്കീലാണോ? എല്ലാവരും ഇതൊക്കെ ആലോചിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ചിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞു? അല്ല, നിങ്ങൾക്ക് എന്ത് പറ്റി? വേറെ ഒന്നും പറ്റാനൊന്നുമില്ല. ഇതിപ്പോൾ എന്തൊക്കെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് പറഞ്ഞും ഇതിനകത്ത് സംസാരിച്ചും എനിക്കും എന്തൊക്കെയോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് മെഹ്നു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വൈഫായിട്ടുള്ള സഫ ഇപ്പോൾ അയാളിൽ നിന്ന് മാറി വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളൊരു കാര്യം പബ്ലിക്കിലേക്ക് വന്നു. അതിനകത്ത് മെഹ്നു വന്നൊരു ലൈവിൻ്റെ അകത്ത് സ്റ്റോറി ഇട്ട് കരയുന്നു. അതിനുശേഷം മെഹ്നുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫസ്മീന സക്കീർ വരുന്നു. അതോടൊപ്പം തന്നെ സഫ നമ്മുടെ ഖാദർ കരിപ്പയുടെ ചാനലിനകത്ത് പോയിട്ട് റിഫയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടായിട്ടുള്ള ഹസ്ബൻഡായിട്ടുള്ള ലല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ച് നമ്മുടെ ഫസ്മീന സക്കീർ പറയുന്നു. ഇങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും കാര്യങ്ങളും പാസ്റ്റ് ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ ടെനറ്റിനകത്താണോ അതോ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, ഞാനെവിടെ ആയി? എനിക്ക് എൻ്റെ തലച്ചോറിന് കാര്യമായ പ്രശ്നം ഈ ഒരു കാര്യത്തിൻ്റെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗൈസ്, നമുക്കിത് ഇവിടെ നിർത്താം. അടുത്ത് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് ഈ ഒരു കാര്യം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പ്രത്യേകിച്ച് ഒരു കഥയും ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് കോണ്ടൻ്റായിട്ട് നിലനിൽക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പുമാണ്. അതുകൊണ്ട് കുറച്ചധികം നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് ഇത് കാണുന്ന യുവാക്കളോട് പറയാനുള്ള കാര്യം, കല്യാണം എന്നുള്ളൊരു പരിപാടിയിനകത്ത് നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചും കണ്ടും സ്വന്തം കാലം നിൽക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മതി. ഇനി പാർട്ട്ണറൊക്കെ ആയി സെറ്റപ്പൊക്കെ ആയി കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നൽ വന്നു, സഹിക്കാൻ നിൽക്കരുത്. സഹിച്ച് ക്ഷമിച്ച് മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അടുത്ത ദിവസം കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് കളഞ്ഞിട്ട് പോകണമെന്നല്ല. നമ്മൾ കുറച്ചധികം നമ്മൾ അവസരങ്ങൾ കൊടുത്തു, കുറച്ചധികം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റത്തില്ല എങ്കിൽ മാന്യമായി രണ്ടായിട്ട് പോവുക, അത്രയേ ഉള്ളൂ. വെറുതെ എന്തിനാണ് കിടന്ന് അനുഭവിക്കുന്നത്? ഇതൊക്കെ ചില ജീവിതങ്ങൾ ഇപ്പം ഇവരുടെയൊക്കെ പ്രായം വളരെ വലിയ പ്രായമൊന്നും ആയിട്ടില്ലാത്ത പിള്ളേരാണ്. ഇതൊക്കെ ഇനി ഒരുപാട് ദൂരം പോകേണ്ടവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ചോരത്തിളപ്പിലൊക്കെ ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ടൊക്കെ തോന്നത്തില്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇവരൊക്കെ ഇതൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ ഇന്നീ കാണിച്ച കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ തന്നെ ഇവരുടെ മൈൻഡ് സെറ്റ് നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണെങ്കിലും ലല്ലൂമ്പിയും കൊള്ളാം, പുല്ലൂമ്പിയും കൊള്ളാം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താത്ത വീഡിയോ ഗൈസ്. ബൈ.